ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു കാലത്ത് കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള പുറം ലോകത്തിൻ്റെ വലിയ ഒരു ചർച്ചയായിരുന്നു ഇത്ര പ്രയാസങ്ങളുടെ നടുവിൽ എങ്ങനെയാണ് ഇവർ പിടിച്ചു നിൽക്കണമെന്ന്. ഒരുപാട് കാലത്തെ ചർച്ചകൾക്ക് ശേഷം വലിയ ഒരു ഉത്തരം വിശുദ്ധ ഇരണവീസ് കൊടുക്കുന്നുണ്ട്. വി ഹാവ് എ പ്ലേസ് ടു ഗോ ആൻഡ് വി ഹാവ് എ ഗോഡ് ഹു വെയിറ്റ്സ്. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്: ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഈ ഇത്ര വലിയ പീഡനങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ എങ്ങനെയാണ് പിടിച്ചു നിന്നതിനുള്ള ഒറ്റ ഉത്തരവേ ഉള്ളൂ. അവരുടെ നോട്ടം കർത്താവ് അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തായിരുന്നു. അവരുടെ പ്രതീക്ഷ തങ്ങളെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലിലായിരുന്നു. അതുകൊണ്ട് പേടിക്കാനില്ല, പ്രയാസങ്ങൾ അവരെ തളർത്തുന്നില്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു വീടൊരുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ കാര്യം കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഇതേ ചർച്ച വരുന്നുണ്ട്. അത് മരണത്തേക്ക് മുൻനിർത്തിയാണ് ആ ചോദ്യം വരണേ. ഒരു കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു മെഴുകുതിരി, ഈ മെഴുകുതിരി കെട്ടുപോകുമ്പോൾ അതിൻ്റെ വെട്ടം എവിടെ പോകുന്നു എന്നുള്ളതായിരുന്നു ശാസ്ത്രത്തിന് ഇതുവരെയും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്നു, ആ കത്തിച്ചു വയ്ക്കുന്ന മെഴുകുതിരി കെട്ടുപോകുമ്പോൾ അതിൻ്റെ വെട്ടം എങ്ങോട്ട് പോകുന്നു? സയൻസിന് ഒരു ഉത്തരവില്ല. ഇതേ ചോദ്യമാണ് ഈ ആത്മീയതയിലേക്ക് എടുക്കണേ. ഒരാൾ മരിച്ചു പോകുമ്പോൾ അയാളുടെ ആത്മാവ് എവിടെ പോകുന്നു? സയൻസിന് ഉത്തരവില്ല. പക്ഷേ ക്രിസ്ത്യാനിക്ക് ഉത്തരവുണ്ട്. വി ഹാവ് എ പ്ലേസ് ടു ഗോ ആൻഡ് വി ഹാവ് എ ഗോഡ് ഹു വെയിറ്റ്സ്. വി ഹാവ് എ പ്ലേസ് ടു ഗോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് ഒരുക്കാൻ വേണ്ടിയിട്ട് പോകാം. സിറ്റി ഓഫ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു മൂവി പരിചയപ്പെടുത്തി തന്നത് ബഹുമാനപ്പെട്ട കാപ്പിസ്ഥാൻ അച്ഛനാണ്. അച്ഛൻ അന്ന് കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു തന്നാണ്. ഇത് ഒരുപാട് തവണ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏതാണ്ട് അവസാനത്തെ രംഗമായിട്ടൊക്കെയാണ് വരണത്. അത് പിന്നീട് കണ്ടപ്പോൾ ഒരു കുഞ്ഞ് മരിക്കാൻ കിടക്കുന്നു. ആശുപത്രിയിൽ ഡോക്ടർമാർ ഈ കുഞ്ഞിനെ ജീവൻ തിരിച്ചെടുക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ്. കുറേയൊക്കെ നോക്കി അവസാനം കുഞ്ഞിങ്ങനെ കണ്ണ് തുറക്കുന്ന നേരത്ത് ഒരു മാലാഖ ICUവിൻ്റെ വാതിൽ തുറന്ന് വരുന്നുണ്ട്. ICUവിൻ്റെ വാതിൽ തുറന്ന് ഈ കുഞ്ഞിൻ്റെ കൈ പിടിച്ചിങ്ങനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കൊച്ചി മരിച്ചു. കൊച്ചിൻ്റെ ആത്മാവിനെയും കൊണ്ടാണ് മാലാഖ ഇങ്ങനെ നടന്നത്. ഇങ്ങനെ കൊച്ചി തിരിഞ്ഞു നോക്കുമ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ വലിയ പരിശ്രമമാണ് ജീവൻ തിരിച്ചു കിട്ടാനായിട്ട്. അപ്പോൾ കൊച്ചു മാലാഖയെ നോക്കി ചോദിക്കുന്നുണ്ട്, where do we go? നമ്മൾ എങ്ങോട്ടാ പോണേ? മാലാഖ ഒറ്റ വാക്കിൽ ഉത്തരം പറയും, ഹോം, വീട്ടിലേക്കാ പോണേ. കുറച്ചും കൂടെ നടന്ന് ഈ വാതിലിനടുത്ത് തുറക്കുമ്പോൾ മാലാഖയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ആർ യു ഗോഡ്? നിങ്ങൾ ദൈവമാണോ? ഇല്ല, ഞാൻ ദൈവമൊന്നുമല്ല. നോ. ഒറ്റ വാക്കിലാണ് ഉത്തരം. പുറത്തെത്തുമ്പോൾ ഈ അപ്പനും അമ്മയൊക്കെ ഈ കൊച്ചിനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പനും അമ്മയും കുഞ്ഞിൻ്റെ ആത്മാവ് മാലാഖിനെ നോക്കിയിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഡോണ്ട് ദേ അണ്ടർസ്റ്റാൻഡ്? അവർക്ക് മനസ്സിലാവുന്നില്ല. വീട്ടിൽ പോവാണെന്നല്ലേ പറഞ്ഞേ? വേർ ഡു വി ഗോ? ഹോം. വീട്ടിൽ പോവാന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് അവർക്ക് മനസ്സിലാവണില്ലേ നമ്മൾ വീട്ടിലേക്കാണ് പോകണേന്ന്? അതിനുള്ള ഉത്തരവും ഒറ്റ വാക്കിലാണ്, വൺ ഡേ, ഒരിക്കൽ ഇവർക്കൊക്കെ മനസ്സിലാവും നമ്മൾ തിരിച്ചു പോകുന്നത് വീട്ടിലേക്കാണെന്ന്. മരിച്ചു പോകുന്നവരൊക്കെ തിരിച്ചു പോകുന്നത് സ്വന്തം വീട്ടിലേക്കാണെന്നൊരു തിരിച്ചറിവ് കിട്ടിയാൽ പിന്നെ കണ്ണീരില്ല, സങ്കടങ്ങളില്ല, പേടിയില്ല, ഉത്കണ്ഠകളില്ല. അതുകൊണ്ടാണ് അന്ന് കത്തോലിക്ക സഭ ഇത്രയും വളർന്നു വരാനായിട്ട് ഈ പീഡനങ്ങൾ സഹായിച്ചത്. പീഡനങ്ങളുടെ നടുവിൽ പ്രത്യാശയോടുകൂടി അവരിങ്ങനെ ഉയർന്നു നിന്നതിൻ്റെ കാരണം അതാണ്. വി ഹാവ് എ പ്ലേസ് ടു ഗോ ആൻഡ് വി ഹാവ് എ ഗോഡ് ഹു വെയിറ്റ്സ്. ഞങ്ങൾ അതാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത്. ഞങ്ങൾ ഭക്ഷണ മേശകളിൽ ശ്രദ്ധിക്കാതെ ഞങ്ങളുടെ വചന ശുശ്രൂഷയിൽ വ്യാപൃതരാകേണ്ടിയിരിക്കേണ്ടതുണ്ട് അവർ. അല്ലാതെ ഈ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നാൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട, ഈ ലോകത്തിന് കൊടുക്കേണ്ട പ്രത്യാശയുടെ സുവിശേഷം പറയാൻ ഞങ്ങൾക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾക്ക് വേറെ കുറച്ച് പേരെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വായനയിൽ നമ്മൾ ഈ ഭക്ഷണമേശയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പേരെ പ്രാർത്ഥിച്ചവർ തിരഞ്ഞെടുക്കണത് കാണണേ. രണ്ടാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവും അമൂല്യവുമായ മൂലക്കല്ലിനെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണെന്നൊക്കെ പൗലോസ്ലീഹ രാജകീയ പുരോഹിതവും തിരഞ്ഞെടുക്കപ്പെട്ട വംശവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അവരിങ്ങനെ പേടിക്കാൻ പാടില്ല. അവരിങ്ങനെ കർത്താവിനെ കാണാനായിട്ട് നോക്കിയിരിക്കുകയാണ്. വി ഹാവ് എ പ്ലേസ് ടു ഗോ.
ആ ആ തമ്പുരാനിൽ ഇങ്ങനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യര്. ഈശോ അത് പറയും, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. സുവിശേഷം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന കാര്യമാണ്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും ഈ പറഞ്ഞ സ്ഥലത്ത് എത്തില്ല, പിതാവിൻ്റെ അടുത്ത് എത്തില്ല. നമ്മൾ വേറൊരിടത്തും മനസ്സുറപ്പിക്കേണ്ടെന്ന് തന്നെയാണ് വചനം പറയണേ. വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് സത്യം, ഞാൻ മാത്രമാണ് ജീവൻ. ഞാനും കൂടി വഴിയാണ്, ഞാനും കൂടി സത്യമാണ്, ഞാനും കൂടി ജീവനാണെന്നല്ല ഈശോ പറയണേ. ഞാനാണ് വഴി, ഞാൻ മാത്രമാണ് വഴി. ഐ ആം ദ വേ. വേറൊരു വഴിയില്ല ഈ സ്വർഗത്തിലേക്ക് എത്താൻ. കർത്താവ് നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന, ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട് അവൻ തന്നെയാണ് വഴി. അവൻ മാത്രമായിട്ടുള്ള സത്യത്തിലൂടെ അവനാകുന്ന ജീവനിലേക്ക് എത്തിച്ചേരേണ്ട തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനം. പക്ഷേ എന്തൊരു കോംപ്രമൈസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. വേറെ പലരിലൂടെയും എത്താം, വേറെ പല പഠനങ്ങളിലൂടെയും എത്താം. ഈ കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പീഡനങ്ങളില്ല, ഇപ്പം അടിയില്ല, ബഹളമില്ല. എവിടെയാണോ കർത്താവ് മാത്രമാണ് ദൈവം എന്നൊരാൾ ഏറ്റു പറഞ്ഞിരിക്കുന്നത്, അവന് എതിർപ്പുണ്ടായിരിക്കും, ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും നോക്കാതെ കർത്താവിന് വേണ്ടി മാത്രം നിലകൊണ്ട മനുഷ്യര് ഇങ്ങനെ ഈ സഭ വളർത്താനായിട്ട് കാരണക്കാരായിട്ടുണ്ട്. ആ കോംപ്രമൈസുകളൊക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് കർത്താവ് മാത്രം, വേറൊരു മതത്തെയും കുറ്റം പറയാൻ പറയണില്ല, അവരുടെ രീതികളെക്കുറിച്ച് വിമർശിക്കാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ അനുഭവിച്ചിട്ടുള്ള യഥാർത്ഥ വഴി, യഥാർത്ഥ സത്യം, യഥാർത്ഥ ജീവൻ, അതൊന്ന് വിളിച്ചു പറയാനുള്ള ബാധ്യതയില്ലേ നമുക്ക്? എനിക്ക് വേറൊന്നും വേണ്ടെന്നേ, വേറൊരു പഠനങ്ങളും വേണ്ട, വേറൊരു ആളും വേണ്ട, വേറൊരു വഴിയും വേണ്ട. എനിക്ക് കൃത്യമായിട്ടുള്ള വഴി അറിയാം, ഈശോയാകുന്ന വഴി. എനിക്ക് കൃത്യമായിട്ടുള്ള സത്യം അറിയാം, ഈശോയാകുന്ന സത്യം. പീലാത്തോസൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് സത്യം? ആളും മിണ്ടാതിരിക്കുക. കാരണം എന്താ? സത്യം തന്നെയായവനോടാ ചോദിക്കണേ എന്താണ് സത്യം എന്ന്. മിണ്ടേണ്ട കാര്യമില്ലല്ലോ. ശരിക്കുമുള്ള ജീവൻ, അത് കർത്താവിന് നിന്നിൽ എത്തിച്ചേരുന്നത് വരെ എൻ്റെ ആത്മാവ് എത്ര അസ്വസ്ഥമാണെന്നൊക്കെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എക്സ്ക്ലൂസീവാണത്. അത് തിരിച്ചറിഞ്ഞിരുന്ന മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ടാണ് ജീവൻ പോലും കൊടുക്കാനായിട്ട് അവർക്ക് മടിയില്ലാതെ അവർ ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, അവനാകുന്ന ജീവനെ, അവനാകുന്ന സത്യത്തെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ അവൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാമെന്ന്. ഇനിയെങ്കിലും വെള്ളം കൂട്ടലുകളില്ലാതെ, കോംപ്രമൈസുകളില്ലാതെ, കർത്താവ് തന്നെ പറഞ്ഞു വെച്ച യഥാർത്ഥ വഴിയിലൂടെ, യഥാർത്ഥ സത്യത്തിലൂടെ, യഥാർത്ഥ ജീവനായ അവനിലേക്ക് എത്തിച്ചേരാനാവട്ടെ എന്ന പ്രാർത്ഥന മാത്രം. കോംപ്രമൈസുകൾ വേണ്ട. കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ജനമാണ്, രാജകീയ പുരോഹിത ജനമാണ്, ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ്. ആ ബോധ്യം ഇങ്ങനെ ഉള്ളിൽ വരട്ടെ എന്നേ. കർത്താവ് നമ്മളെ സഹായിക്കാനായിട്ട് കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും. അവനിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് മുഴുവൻ ബോധ്യത്തോടുകൂടെയും തെളിച്ചത്തോടുകൂടെയും ക്രിസ്തുവാണ് യഥാർത്ഥ ജീവൻ, ക്രിസ്തു മാത്രമാണ് വഴി, ക്രിസ്തു മാത്രമാണ് സത്യം എന്നൊക്കെ ഉള്ളു നിറഞ്ഞ് വിളിച്ചു പറയാനായിട്ട്. വെറുതെ വിശ്വസിച്ചാൽ മാത്രം പോരാന്നേ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ. അങ്ങനെയൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ ഇനി എന്നാണ് സാധിക്കുക? സ്വപ്നം കാണുക മാത്രമല്ല, പ്രാർത്ഥിച്ചെങ്കിലും തുടങ്ങണം നമുക്ക് ആ ഒരു വലിയ കൃത്യമായിട്ടുള്ള ഈശോയുടെ ജനമായിട്ട് മാറാൻ. അവൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനം, രാജകീയ പുരോഹിത ഗണമാകാൻ. അതിന് സ്വർഗം തന്നെ നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.